നെസസിറ്റി എന്താ? ആവശ്യങ്ങൾ അല്ലെ, വീട്ടിലത്തെ പലചരക്ക്, പച്ചക്കറി, വാടക, പിള്ളേരെ ഫീസ്, ഇതൊക്കെ തീർക്കുക. 10% എമർജൻസി. എന്തിനാ? അസുഖങ്ങളോ അപകടങ്ങളോ വന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതിരിക്കാൻ എമർജൻസി. ഇപ്പോഴത്തെ എമർജൻസി ബക്കറ്റ് ആരാ? അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ അല്ലെ, എമർജൻസി ബക്കറ്റ് അല്ലെ. മൂന്നാമത്തെ എന്താ? ഇൻവെസ്റ്റ്മെന്റ് ബക്കറ്റ്. എന്താണ്? കിട്ടുന്ന പൈസ 10% എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. എന്തിനാ ഇൻവെസ്റ്റ് ചെയ്യണം? എന്തിനാ? അതായത് 25 വയസ്സിൽ നമ്മൾ ജോലിക്ക് പ്രവേശിച്ചു, 60 വയസ്സിൽ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തു, പിന്നെ നമ്മൾ ആർക്കും വേണ്ട. അപ്പൊ 35 വർഷമാണ് നമുക്ക് ഒരാൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്ന പീരീഡ്. പക്ഷേ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കേരളത്തിലെ ഒരു ശരാശരി മനുഷ്യൻ 95 വയസ്സിൽ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ 60 വയസ്സിൽ 95 വയസ്സിലേക്ക് എത്ര കൊല്ലം ജീവിക്കണം? ദേ കേട്ടുള്ളൂ, വീണ്ടും 35 കൊല്ലം. ഈ 35 കൊല്ലം നമുക്ക് എന്തില്ല? ആരോഗ്യമില്ല, വരുമാനമില്ല, അസുഖത്തിനൊരു കുറവുമില്ല. ഈ 35 കൊല്ലം ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ ഉണ്ടാക്കുന്ന പൈസയെന്ന് മാറ്റി വെക്കണം. ശരിക്കും പകുതിയെങ്കിലും മാറ്റി വെക്കണം പറയാം. പോട്ടെ, ഒരു 10% എങ്കിലും. എത്ര മാറ്റി വെച്ചിട്ടുണ്ട്? എത്ര മാറ്റി വെച്ചിട്ടുണ്ട് സാർ? മുസ്തൂക്ക എത്ര മാറ്റി വെച്ചിട്ടുണ്ട്? 0. എന്ത് കുറ്റം പറയാനായിട്ട് ഒരു മടിയില്ല അല്ലെ. അപ്പൊ 10% എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് ബക്കറ്റിലേക്ക് മാറ്റണം. 10% എന്ത് വേണം? പഠിക്കാൻ, ലേണിംഗ് ബക്കറ്റ്. എന്താണെന്നറിയോ? ഇപ്പൊ നിങ്ങൾക്കുള്ള വരുമാനം 50,000 രൂപയായി. ഇത് 55,000 ആക്കണം. അടുത്ത മാസം എന്ത് വേണം? പുതിയ കാര്യങ്ങൾ പഠിക്കണം. അല്ലെങ്കിൽ എന്ത് വേണം? ഒന്നാമത്തെ സ്റ്റെപ്പിൽ തന്നെ ചവിട്ടി നിൽക്കരുത് അല്ലെ. അതിനെന്ത് ചെയ്യണം? പഠിക്കണം. എന്ത് പഠിക്കണം? പണം ഉണ്ടാക്കാൻ പഠിക്കണം. സ്കൂളിൽ എന്താ പഠിച്ച്? ചിലർ ആരെന്നറിയാം, സ്കൂളിൽ പഠിച്ചപ്പോ കോളേജിൽ പഠിച്ചെല്ലാം പഠിക്കുന്ന നോ. അവിടെ എന്താ പഠിച്ചത്? സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പഠിച്ചത് വിദ്യാഭ്യാസം. പക്ഷേ പണം ഉണ്ടാക്കണം നിങ്ങൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആരാവാതിരുന്നത്? സമ്പന്നനായിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? 10% ലേണിംഗ് ബക്കറ്റ്, 10% ഫൺ ബക്കറ്റ്. എന്തിനാ? സിനിമ കാണാനും ഡ്രസ് എടുക്കാനും അല്ലെ, ടൂർ പോകാനൊക്കെയാണ് ഈ ബക്കറ്റ്. ഇത്ര